ടോയ കോഡിംഗ്ലി വധക്കേസ് ശിക്ഷാവിധിക്കെതിരെ രാജ്വിന്ദർ സിംഗ് അപ്പീൽ നൽകി. ഓസ്ട്രേലിയയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ടോയ കോഡിംഗ്ലി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇന്ത്യൻ വംശജനായ നഴ്സ് രാജ്വിന്ദർ സിംഗ് 41 തനിക്കെതിരെയുള്ള കുറ്റപത്രത്തിനും ശിക്ഷാവിധിക്കുമെതിരെ അപ്പീൽ നൽകി. 24-കാരിയായ ടോയയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് കഴിഞ്ഞ മാസമാണ് ഇയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ശിക്ഷാവിധി കഴിഞ്ഞ ഡിസംബറിൽ ക്വീൻസ്ലാൻഡ് സുപ്രീം കോടതി ജൂറി സിംഗിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. 2018-ൽ നടന്ന കൊലപാതകത്തിന് കുറഞ്ഞത് 25 വർഷം പരോൾ ലഭിക്കാത്ത ജീവപര്യന്തം തടവാണ് കോടതി വിധിച്ചത്. 2048 മാർച്ചിൽ 63 വയസ്സാകുമ്പോൾ മാത്രമേ ഇയാൾക്ക് പരോളിന് അപേക്ഷിക്കാൻ സാധിക്കൂ. സംഭവം ഇങ്ങനെ: 2018 ഒക്ടോബർ 21-ന് കെയർൻസിന് വടക്കുള്ള വാങ്കറ്റി ബീച്ചിൽ നായയുമായി നടക്കാൻ പോയ ടോയ കോഡിംഗ്ലിയെ രാജ്വിന്ദർ സിംഗ് അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. യുവതിയെ പലതവണ കുത്തുകയും കഴുത്തറുക്കുകയും ചെയ്തു. ഇന്ത്യയിലേക്കുള്ള ഒളിച്ചോട്ടം: കൃത്യം നടത്തിയതിന്റെ പിറ്റേന്ന് തന്നെ ജോലി ഉപേക്ഷിച്ച് ഭാര്യയെയും 3 മക്കളെയും ഉപേക്ഷിച്ച് ഇയാൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു. 4 വർഷത്തോളം പഞ്ചാബിൽ ഒളിവിൽ കഴിഞ്ഞ ഇയാളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പോലീസ് $1 മില്യൺ ഏകദേശം 5 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് 2022-ൽ ഡൽഹിയിൽ വെച്ച് അറസ്റ്റിലായ സിംഗിനെ 2023-ൽ ഓസ്ട്രേലിയയ്ക്ക് കൈമാറി. കോടതിയുടെ നിരീക്ഷണം: ഭീരു, ഗട്ട്ലസ് കവേർഡ് എന്നാണ് വിധിന്യായത്തിനിടെ ജസ്റ്റിസ് ലിങ്കൺ ക്രോളി സിംഗിനെ വിശേഷിപ്പിച്ചത്. സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കി രക്ഷപ്പെട്ട സ്വാർത്ഥനാണ് ഇയാളെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. കുറ്റകൃത്യം നിഷേധിച്ച സിംഗ് മുഖംമൂടി ധരിച്ച അക്രമികളാണ് കൊലപാതകം നടത്തിയതെന്നും ഭയം കാരണമാണ് താൻ രാജ്യം വിട്ടതെന്നുമാണ് വിചാരണവേളയിൽ വാദിച്ചത്. എന്നാൽ ഈ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് കോടതി ശിക്ഷ വിധിച്ചത്. ബ്രിസ്ബെയിനിലെ വോൾസ്റ്റൺ കറക്ഷണൽ സെന്ററിലാണ് ഇയാളെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്.